ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഉച്ചയ്ക്ക് നല്ല വറുത്തരച്ച സാമ്പാർ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെച്ചൊരു മീൻകറി അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് പെട്ടെന്ന് പോയിട്ട് അത് വൈകുന്നേരം 6 മണിക്കേ വരുള്ളൂ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താക്കും? വേഗം പ്ലാൻ ബി ആക്കും അല്ലേ? അതായത് തേങ്ങ അരയ്ക്കാത്ത ഒരു കറി. അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്ക് ഇന്നലെയും. കറണ്ട് രാവിലെ 8 മണിക്ക് പോയിട്ട് വന്നതോ വൈകുന്നേരം 5 മണിക്കും. ഞാനാണെങ്കിൽ ഓർമ്മയില്ലാതെ പരിപ്പും ചീരയൊക്കെ വേവിച്ച് വെക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് തേങ്ങ അരച്ചൊഴിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാ നിങ്ങൾ ഈ കാണുന്ന പ്രവൃത്തി എനിക്ക് ആദ്യം ഒന്നും ശീലം ഇല്ലെങ്കിലും പിന്നെ പിന്നെ ഇത് ശീലമായി വന്നിട്ടോ. അതായത് ഇപ്പൊ താമസിക്കുന്ന വടകരയിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊന്നും പറഞ്ഞാൽ ഈ അമ്മിക്കല്ല് നമ്മുടെ ചേട്ടന്റെ വീട്ടില് നിലമ്പൂരാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ കറണ്ട് പോയിട്ടുള്ള അവസ്ഥയൊക്കെ ആവുമ്പോൾ പ്ലാൻ എയിൽ നിന്നും പ്ലാൻ ബിയിലേക്ക് ഞാൻ ഒരിക്കലും മാറാറില്ല. കാരണം ഈ പരിപാടി എനിക്ക് ഇഷ്ടമല്ലായതുകൊണ്ട് തന്നെ. സംഭവം ഞാനൊരു കുഴിമടിച്ചിയാണെങ്കിലും ഈ സംഭവം നമുക്ക് ഡെയിലി ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഇടയ്ക്കൊന്ന് ചെയ്തു നോക്കാൻ ഒരു പൂതി അങ്ങ് വരും. അപ്പോൾ അത് അമ്മിയിൽ തേങ്ങയും ജീരകമൊക്കെ ഇട്ട് നീട്ടി അങ്ങ് അരയ്ക്കും. ഇതങ്ങനെ കാണാത്ത പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ താഴത്തെ വീട്ടിൽ നിന്ന് അമ്മായി വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ കുഞ്ചോ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അമ്മിയിലാണല്ലേ അരയ്ക്കുന്നതെന്ന്. ഇവിടെയും അത് തന്നെ അവസ്ഥ എന്ന് പറയുകയും ചെയ്തു. ഇപ്പോഴുള്ള വീടുകളിലൊക്കെ അമ്മിക്കല്ല് കാണാനും ഇല്ല, ഇൻവെർട്ടറുകളൊക്കെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ആർക്കും അമ്മിയിൽ അരയ്ക്കാന്നുള്ള കഷ്ടപ്പാടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇവിടെ പിന്നെ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മിയിൽ അരയ്ക്കാൻ ഇഷ്ടമില്ല എന്ന് പറയാനും പറ്റൂല. ഇത് കണ്ടോ, ഇങ്ങനെ നീട്ടി അങ്ങ് അരയ്ക്കന്നെ. അല്ലെങ്കിൽ ഒന്നുമില്ല, ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാവില്ല. പിന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാവും, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അരച്ചെടുത്തത്. വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കഴിയുമ്പോഴത്തേക്ക്. ഇപ്പൊ ഞാൻ മൊഴിഞ്ഞത് എന്താന്ന് വെച്ചാ, ഞങ്ങളുടെ ഭാഷയിൽ തേങ്ങ അരയ്ക്കുന്നതിന് തെക്കായി നൂരേതി എന്നാണ് കേട്ടോ പറയുക. അതാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് സൗണ്ട് അങ്ങ് മിസ്സായിപ്പോയി. തേങ്ങ അരച്ചെടുക്കുന്നത് പോട്ടെ, ഇത് ഈ അമ്മിക്കല്ലിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ പണി. കല്യാണത്തിന് മുന്നേ കല്ലേതാ അമ്മി ഏതാന്ന് അറിയാത്ത എനിക്ക് ഇതാ കണ്ടോ ഇപ്പൊ അരച്ചെടുത്തത് കണ്ടോ, അത്രയ്ക്കും എക്സ്പേർട്ടായി. ഈ അമ്മിയിൽ തേങ്ങ അരയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഓർമ്മ വരും. ഒന്നുമില്ല, രാവിലെ കരണ്ട് അങ്ങ് പോയി. ഒരുപാട് വിരുന്നുകാരെയും കുറേ നാട്ടുകാരെയൊക്കെ ക്ഷണിച്ച ബർത്ത്ഡേ അല്ലേ. ഞങ്ങളെ നാട്ടിലൊക്കെ കുട്ടികളെ 28-നും പിറന്നാളിനും ഒക്കെ കോഴി ബിരിയാണി ആയിരിക്കും. കോഴിയല്ല കോഴി, ഒരു ഫ്ലോയിലങ്ങ് വന്നതാട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിലോ നേരെ തലതിരിച്ചും. എല്ലാ പരിപാടിക്കും സദ്യ. കറികളായ കറികൾക്കൊക്കെ തേങ്ങ വേണം. തേങ്ങ അരച്ചത്, തേങ്ങ ഒതുക്കിയത്, തേങ്ങ ചിരവിയത്, തേങ്ങ പീര, ഒന്നും പറയണ്ട. എല്ലാ കറികൾക്കും കൂടിയുള്ളത് അമ്മയിൽ തന്നെ റെഡിയാക്കിയിട്ടെടുത്തു. എൻ്റെ മക്കളെ കട്ടപ്പുകയായിരുന്നു, കട്ടപ്പുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാനിത് എന്തായാലും തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മഷി പോലെ അരഞ്ഞിട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതാ ഒരു തുള്ളി പോലും അമ്മിക്ക് കൊടുക്കാണ്ട് മുഴുവൻ കഴുകി വടിച്ചിട്ട് ഇങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, അങ്ങനെ ചെയ്തു പോവും. ഇപ്പോ എന്നെ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന അമ്മിക്കല്ലും ഹാപ്പി. കുറെ കാലമായി അമ്മിയിൽ അരച്ച ഒരു കറി കൂട്ടിയ ഞാനും ഹാപ്പി. അപ്പം നമ്മളുടെ സംഭവം റെഡിയായി. ഇനിയൊന്നുമില്ല, നേരെ കറിയിലേക്ക് കൊണ്ട് തട്ട് തന്നെ. അപ്പൊ നമ്മളിതാ കറി വെച്ചിട്ടുള്ളത് പുറത്ത് അടുപ്പിലാണേ. അകത്തും അടുപ്പുണ്ട്, പക്ഷെ എന്താന്ന് വെച്ചാൽ അകത്ത് പാകം ഒരു ശൂന്യാകാശത്തിന്റെ മട്ടാണ്. വെള്ള പെയിന്റ് അടിച്ച ചുമരൊക്കെ ഇപ്പോ കറുപ്പ് പെയിന്റ് അടിച്ച പോലെയായി. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പുറത്ത് തന്നെയാണ് വെക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത് മഴ പെയ്താൽ നനഞ്ഞു പോകൂലേന്ന്. നനഞ്ഞു പോവും. അപ്പൊ പിന്നെയും ശങ്കരൻ തെങ്ങുമ്മേ തന്നെ എന്ന് പറഞ്ഞ പോലെ ചട്ടിയും കുടുക്കിയെടുത്ത് നേരെ അകത്തോട്ട് തന്നെ പോകും. അപ്പോൾ ഇതാ നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ചീരക്കറി അത്രയേ ഉള്ളൂ. ആദ്യം പരിപ്പ് വേവിച്ച് വെച്ചു, പിന്നെ ചീരയും പച്ചമുളകും മുറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചു. പിന്നെ ഇതാ തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. ചിലർ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടാവും. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എരിവിന് പച്ചമുളകും, പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ പാകത്തിനുള്ള വെള്ളവും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചീരയും പരിപ്പും കറിയൊക്കെ തേങ്ങ അരയ്ക്കാണ്ട് വെച്ചാൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവുക എന്തോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെ വെക്കാറില്ല. എപ്പോഴും ഇതാ ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ച് തന്നെയാണ് വെക്കാറുള്ളത്. പിന്നെ ഈ വക സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ കിട്ടിയാൽ വിടാറില്ല കേട്ടോ. പേരിയും കറിയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും വയറ്റിലെത്തിക്കാൻ നോക്കും. ഇപ്പോൾ സംഭവം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. അങ്ങനെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് കറി ഇറക്കിയിട്ടുണ്ടേ. ഇനിയൊന്നുമില്ല, ടേസ്റ്റ് ഒന്ന് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൊടിക്കൈ. അത് തന്നെ, കടുക് വറ, കടുക് വറ, കടുക് വറ. അപ്പൊ കടുക് വറുക്കാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, പിന്നെ ഇതാ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇതാ ഈ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി പരമാവധി ഞങ്ങളൊരു കറിയിൽ നിന്നും അങ്ങനെ അങ്ങോട്ട് വിട്ട് നിർത്താറില്ല. കാരണം വെളുത്തുള്ളി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലും ഒക്കെ കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, അടിപൊളിയായിരിക്കും കേട്ടോ. വല്ലാണ്ടങ്ങ് കരിയണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നേരെ അങ്ങ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ കടുക് വറുത്തൊഴിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ
ഒരു കാര്യം ചെയ്താൽ മതി, തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ജീരകം ചേർക്കുമല്ലോ, അതിൻ്റെ കൂടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ അതും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.